ഹായ്, നമ്മളിന്ന് ഒരു 42 വയസ്സ് ആൾക്കാരുടെ ഒരു കേസാണ് കാണാൻ പോകുന്നത്. സോ ഈ പേഷ്യൻറ്റിന് മാരേജ് ആയിട്ട് 9 വർഷമായിട്ടുണ്ട്. സോ ഈ 9 വർഷവും ഈ ഒരു മക്കളിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് ബട്ട് ഒരു കുട്ടികളോട് ആയിട്ടില്ല. സോ അവരുടെ എന്തിനാണോ ഇങ്ങനെ ഒരു ഈ സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ അവരെ എവാലുവേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് സെമൻ ടെസ്റ്റിൽ വന്നത് ക്രിപ്റ്റോസൂസ്പെർമിയ. അതായത് അവരുടെ സ്പേം കൗണ്ട് വളരെ കുറവാണോ, ജസ്റ്റ് 1 or 2 മൊട്ടൈൽ സ്പേംസ് ആണ് ഉണ്ട്. സോ വൈ ഇങ്ങനെയുള്ള സ്പേം കൗണ്ട് ഇത്ര കുറവാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞത് അവരുടെ ഹോർമോൺസ് വളരെ ഹൈ ആണോ, അതിൻ്റെ മീനിങ് അവരുടെ ടെസ്റ്റിക്കുലർ ഫങ്ഷൻ വളരെ കമ്മി. സോ ഹോർമോൺസ് ഇങ്ങനെ ഹൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അവർക്ക് സീറോ ആകാൻ സാധ്യത ഉണ്ട്. സോ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തെങ്കിൽ അവർക്കൊരു കംപ്ലീറ്റ് കൗൺസിലിംഗ് കൊടുത്ത് ഇത് നമ്മൾ മാക്സിമം ഒരു 6 to 8 months ഒരു പ്രഗ്നൻസി നമ്മൾ പ്ലാൻ ചെയ്യണം. സോ അതിൻ്റെ മുൻപ് നമ്മൾ ഫസ്റ്റ് നിങ്ങളെ മാക്സിമമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം. സോ ഒരു സ്റ്റിമുലേഷൻ ചെയ്ത് നമ്മൾ എങ്ങനെയുള്ള റിസൾട്ട് വരുന്നത്, സോ ഇപ്പോൾ നന്നായിട്ടുള്ള റിസൾട്ട് ഉണ്ടെങ്കിൽ ഒരു നാച്ചുറലായിട്ടോ ഇല്ലെങ്കിൽ ഒരു IUI അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും. സോ അത്ര ഇമ്പ്രൂവ്മെൻറ്റ് വന്നില്ലെങ്കിലും ഒരു ടെസ്റ്റ് ട്യൂബ് ബേബി അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ടെസ്റ്റിക്കുലർ ഇഞ്ചെക്ഷൻ ആണോ. സോ എങ്ങനെ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണാം.